അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ പെട്ടെന്ന് നമുക്ക് തട്ടിക്കളയാനാവില്ല. അദ്ദേഹത്തിന്റെ ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന്റെ 3-ാം വാള്യത്തിന്റെ 228-ാമത്തെ പേജിൽ ഹിന്ദു എന്ന പ്രയോഗത്തിന്റെ ജന്മത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ഒരു പറ്റം ആളുകൾ, അവർ ചരിത്രത്തിൽ സിന്ധുക്കൾ എന്ന് സൈന്ധവരെന്ന് വിളിക്കപ്പെട്ടു. കാലാന്തരത്തിൽ വിദേശികളായ പേർഷ്യക്കാർ ഭാരതത്തിലേക്ക് കടന്നു വന്നപ്പോ ഈ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളെ സിന്ധുക്കൾ സൈന്ധവരെന്ന് പേർഷ്യക്കാർ വിളിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ പേർഷ്യക്കാർക്ക് സാകാരം ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ നാവ് അതിന് വഴങ്ങിയില്ല. ആ സാകാരത്തിന് പകരം അവർ ഹാകാരം ഉച്ചരിച്ചു. അങ്ങനെ സിന്ധു ഹിന്ദുവായി എന്നും സൈന്ധവർ ഹൈന്ദവരായി എന്നും ദ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദയിലെ 228-ാമത്തെ പേജ് പറയുന്നു. സാധാരണഗതിയിൽ നമുക്കിടയിൽ തന്നെ ഴ എന്ന പദം, ഇപ്പൊ തമിഴ് ഭാഷ സംസാരിക്കുന്ന സഹോദരങ്ങൾ, അവർക്ക് ഴ എന്ന മലയാളത്തിലെ പദം ശരിയാവിധം ഉച്ചരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പലപ്പോഴും ഴ എന്നതിന് അവർ ള എന്ന് പറഞ്ഞു പോകും. സ്വാഭാവികം, ഓരോ ഭാഷയുടെയും പ്രയോഗങ്ങൾ മറ്റും, അത് വേറെ ചർച്ച. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വീക്ഷണവും വിശദീകരണവും സ്വാമി വിവേകാനന്ദൻ മുന്നോട്ട് വെക്കുന്നു. ഇനി ഋഗ്വേദത്തിൽ തന്നെ സപ്തസിന്ധു എന്ന പ്രയോഗമാണ് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. അതേസമയം ക്രിസ്തുമതം എന്ന നേർക്കുനേരെയുള്ള ഒരു പ്രയോഗം, നേർക്കുനേരെ ക്രിസ്തുമതം എന്ന പ്രയോഗം ബൈബിൾ പഴയ പുതിയ നിയമ പുസ്തകങ്ങളിലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ബൈബിൾ പഴയ പുതിയ നിയമ പുസ്തകങ്ങളിൽ എവിടെയും, അതല്ലെങ്കിൽ മത്തായിയുടെയോ മാർക്കോസിന്റെയോ ലൂക്കോസിന്റെയോ യോഹന്നാന്റെയോ സുവിശേഷങ്ങളിലോ, അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവർത്തികളിലോ അതുമായി ബന്ധപ്പെട്ട കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളിലോ മറ്റു പുസ്തകങ്ങളിലോ ഒന്നും തന്നെ നേർക്ക് നേരെ ക്രിസ്തുമതം എന്നൊരു പ്രയോഗത്തെ നമ്മൾ വായിക്കുന്നില്ല. നിങ്ങൾക്ക് നോക്കാം. അതേസമയം ക്രിസ്ത്യാനി എന്ന പ്രയോഗമുണ്ടോ? ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനത്തിലാണ് നമ്മൾ ആദ്യമായി ക്രിസ്ത്യാനി എന്ന പ്രയോഗത്തെ വായിക്കുന്നത്. അതാകട്ടെ അന്തോക്യ എന്ന പ്രദേശത്തിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു ചെന്ന യേശുവിന്റെ അനുയായികളായ മിഷണറി പ്രവർത്തകരെ അന്തോക്യവാസികൾ വിളിച്ച പേരായിക്കൊണ്ടാണ്, അവരോടുള്ള വിയോജിപ്പ് കൊണ്ട് വിളിച്ച പേരായിക്കൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനത്തിൽ ക്രിസ്ത്യാനി എന്ന പ്രയോഗത്തെ നമ്മൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതേപോലെ തന്നെ ബുദ്ധമതമാകട്ടെ ജൈനമതമാകട്ടെ ഏതും എടുത്തു നോക്കുകയാണെങ്കിലും 29-ാമത്തെ വയസ്സിൽ ബോധോദയം ലഭിച്ച് ഗയ എന്ന പ്രദേശത്തെ വൃക്ഷച്ചുവട്ടിൽ വെച്ച് ബോധോദയം തനിക്ക് ലഭിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സിദ്ധാർത്ഥ രാജകുമാരൻ, തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീ ബുദ്ധൻ എന്നാണ്. ആ ശ്രീ ബുദ്ധൻ മുന്നോട്ട് വെച്ച വീക്ഷണങ്ങളെയും ആശയങ്ങളെയും ദർശനങ്ങളെയാണ് കാലാന്തരത്തിൽ ബുദ്ധദർശനമായി, ബുദ്ധമതമായി, ബുദ്ധധർമ്മമായി, ബുദ്ധമാർഗമായി നമ്മൾ വായിക്കുന്നത്. ജൈനമതത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും ഭിന്നമല്ല. ജിനൻ എന്ന പ്രയോഗത്തിൽ നിന്നാണ് ജൈനൻ എന്ന പ്രയോഗം കടന്നു വരുന്നതും ജൈന ദർശനം, ജൈനമതം എന്ന വീക്ഷണങ്ങൾ മുന്നോട്ട് വരുന്നതും. ചുരുക്കത്തിൽ ഇവിടെ ഏതു മതവും അല്ലെങ്കിൽ ദർശനങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ഒരു പ്രത്യേക പ്രദേശത്ത് താമസിച്ച വ്യക്തികളെ വിളിക്കാൻ പ്രയോഗിച്ച പ്രയോഗമായി, അതല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി പഠിപ്പിച്ച ആശയത്തെ അദ്ദേഹത്തിന്റെ പേരിലുള്ള വീക്ഷണമായി, ആദർശമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അതേസമയം ഇസ്ലാം, സിൽമ എന്ന അറബി പദധാതുവിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാകുന്നത്. സിൽമ എന്ന അറബി പദധാതുവിന്റെ അർത്ഥം ശാന്തി, സമാധാനം എന്നാണ്. അറബി ഡിക്ഷണറി എടുത്തു നോക്കിയാൽ, അറബി ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്തു നോക്കുകയാണെങ്കിൽ, അറബി മലയാള നിഘണ്ടു എടുത്തു നോക്കുകയാണെങ്കിൽ നേർക്കുനേരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് സിൽമ എന്ന അറബി പദധാതുവിനർത്ഥം ശാന്തി എന്നാണ്, സമാധാനം എന്നാണ്. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനായ സ്രഷ്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. അപ്പോൾ ആരാണ് മുസ്ലിം? ഏകനായ സ്രഷ്ടാവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവനാരോ അവനെയാണ് ഖുർആൻ മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ സിൽമ എന്ന പ്രയോഗം അല്ലെങ്കിൽ ഇസ്ലാം എന്ന ആ പ്രയോഗം മുഹമ്മദ് എന്ന വ്യക്തിയുടെ നാമത്തിന്റെ രൂപപരിണാമമല്ല. അല്ലെങ്കിൽ മക്ക, അല്ലെങ്കിൽ മദീന, അല്ലെങ്കിൽ ജസീറത്തുൽ അറബ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രത്തിന്റെയോ പ്രദേശത്തിന്റെയോ വിഭാഗത്തിന്റെയോ വ്യക്തിയുടെയോ
നാമങ്ങളുടെ രൂപപരിണാമമല്ല ഇസ്ലാം, മറിച്ച് അടിസ്ഥാനപരമായി ശാന്തി, സമാധാനം എന്ന അർത്ഥ താല്പര്യത്തെ ഉൾക്കൊള്ളുന്നു. ഇതാണ് ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ മതങ്ങളെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവക്ക് ലോകത്തിന്റെ മുന്നിൽ അടിസ്ഥാനപരമായി പഠിപ്പിക്കാനുള്ള ആശയം എന്താണ്? ആ ആശയമാണ് ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്ററിന്റെ ക്യാമ്പയിന്റെ ആശയം. നാം ഒന്ന്, നമ്മുടെ ആരാധ്യനൊന്ന്. ഈ മഹിതമായ ആദർശമാണ്, ഈ മഹിതമായ തത്വമാണ് ഈ മതങ്ങളെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആ മതത്തിന്റെ വക്താക്കളായ നമ്മൾ ആ മതങ്ങൾ മുന്നോട്ട് വെച്ച അടിസ്ഥാന ആശയങ്ങളെയും വീക്ഷണങ്ങളെയും ദർശനങ്ങളെയും യഥാവിധി മനസ്സിലാക്കാതെ വികലമായ വീക്ഷണങ്ങളിലേക്കും ആശയങ്ങളിലേക്കും തെന്നിപ്പോയി എന്നത് നമ്മുടെ ഭാഗത്തുള്ള അബദ്ധമാണ്, നമ്മുടെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി അറിയാനും പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. ഇവിടെ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളെ ഭാരതീയർക്ക് വിശദീകരിച്ചു കൊടുത്ത പൗരാണികരായ ഋഷിവര്യന്മാരുടെ സാരോപദേശങ്ങളിൽ നമ്മൾ കാണുന്ന സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു ഉപദേശമുണ്ട്. അതിപ്രകാരമാണ്: ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ബാന്ധവ മാനവ, സകല മനുഷ്യരും മാനവനും ബന്ധുക്കളാണ്. സ്വദേശാഭുവനത്രയം, അവരുടെ സ്വദേശമാണ് ഭൂമി. സകലരും ബന്ധുക്കളാണ്, അവരുടെ സ്വദേശമാണ് ഭൂമി എന്ന കാഴ്ചപ്പാടും ആശയവും മുന്നോട്ട് വെക്കുന്ന ഈ ഒരു മഹിതമായ ആശയത്തെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരന് എങ്ങനെ താടി വെച്ച മുസ്ലിമിന്റെ കഴുത്തെറുക്കാനാവും? എങ്ങനെ കുരിശുമാല അണിയുന്ന ഒരു ക്രൈസ്തവന്റെ നെഞ്ചു കുത്തിക്കേറാനാവും? ഒരിക്കലും കഴിയില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിന്റെ അടിസ്ഥാനപരമായ 10 കൽപ്പനകളിൽ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനത്തിൽ നമ്മൾ ഈ ഉപദേശത്തെ വായിക്കുമ്പോൾ ആ ഉപദേശത്തിന്റെ ആത്മാവിനെ അറിയുന്ന, ഉൾക്കൊള്ളുന്ന ഒരു ക്രൈസ്തവ സഹോദരന് എങ്ങനെ മുസ്ലിമിന്റെ നെഞ്ചകം പിളർക്കാനാവും? എങ്ങനെ ഹൈന്ദവ സഹോദരന്റെ നാശത്തിന് വേണ്ടി പണിയെടുക്കാനാവും? മാത്രമല്ല, കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ്, നിങ്ങൾ ഏവരും ആദി പിതാവായ ആദി മനുഷ്യനായ ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശത്തെ ഗൗരവമായി നോക്കിക്കാണുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും സർവനാശത്തിന് വേണ്ടി രണഭൂമിയിൽ ഇറങ്ങാനാവും? അല്ലെങ്കിൽ അവരുടെ ശിരസ് ഛേദിക്കാനാവും? ഒരു കാരണമില്ലാതെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിൽ ഈ മഹിതമായ ആശയത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ഏതെങ്കിലും ഒരു വർഗത്തെയോ വിഭാഗത്തെയോ സമൂഹത്തെയോ ഗോത്രത്തെയോ വിളിക്കാതെ മജ്ജയും മാംസവുമുള്ള പച്ചയായ മനസ്സുള്ള മാനവരാശിയെ വിളിച്ചുകൊണ്ട് ഖുർആനിന് പറയുവാനുള്ളത് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വ്യത്യസ്ത ഗോത്രങ്ങളും ജനപദങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയല്ല, മറിച്ച് പിന്നെന്തിന്? നിങ്ങൾ പരസ്പരം അറിയാൻ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏകനായ സൃഷ്ടാവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ മഹിതമായ സ്ഥാനവും മാനവുമുള്ളത് ആർക്ക്? തൊലി വെളുത്തവനോ, ഉന്നത കുല തറവാട്ടിൽ പിറന്നവനോ, ഉന്നത കുല ജാതിയിൽ പിറന്നവനോ, സമ്പന്നനോ, ആരോഗ്യ തടകാത്തനോ അല്ല, മറിച്ച് നിങ്ങളിൽ ആരാണോ സൃഷ്ടാവിനെ മനസ്സിലാക്കി അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കുന്നത് അവന് മാത്രമേ ഏകനായ സൃഷ്ടാവിങ്കിൽ സ്ഥാനമുള്ളൂ, മാനമുള്ളൂ, മഹിതമായ പദവിയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന മാനവ സഹോദര്യത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. അതുകൊണ്ട് ഈ മഹിതമായ ആശയത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ മതത്തെ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും. പക്ഷെ പലപ്പോഴും ഈ ഒരു അടിസ്ഥാന സന്ദേശത്തിൽ നിന്നും തെന്നിപ്പോവുകയാണ് മാനവരാശി. സഹോദരങ്ങളെ, ഈ പ്രബല മതദർശനങ്ങളെല്ലാം കൃത്യമായ ഒരു ആശയത്തെ ലോകത്തിന് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ആ മഹിതമായ ആശയങ്ങളിൽ നിന്നും വികലമായ വീക്ഷണങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും ജനങ്ങൾ പോയി പോകുമ്പോൾ ശരിയായ ആശയത്തിലേക്കും ദർശനത്തിലേക്കും തിരിച്ചു വിളിക്കേണ്ട ബാധ്യത ആ യഥാർത്ഥ ആശയത്തെ, ആദർശത്തെ മനസ്സിലാക്കിയവരുടേതാണ്. ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നതും. ഇവിടെ ഈ 3 ദർശനങ്ങളും പഠിപ്പിക്കുന്നത് ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നാണ്. ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കണ്ണും
നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും നമ്മുടെ മസ്തിഷ്കവും